ഏറ്റവും കൂടുതൽ ആളുകൾ പോയി മരിച്ചിരിക്കുന്ന വെള്ളത്തിലല്ലേ? എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വീണ്ടും വീണ്ടും ആളുകൾ മരിക്കുന്നത്? നമ്മുടെയൊക്കെ വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, രാത്രി സമയങ്ങളിൽ പുഴ, കുളം, പിന്നെ സെമിത്തേരി അങ്ങനത്തെ പല സ്ഥലങ്ങളിലൊന്നും രാത്രി സഞ്ചാരം പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ പോകുന്നത് കൊണ്ടൊക്കെ എന്തെങ്കിലും കുഴപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും? രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉത്തരം. ഒന്ന് സൈക്കോളജി, ഒന്ന് സ്പിരിച്വാലിറ്റി. ഞാൻ ആദ്യം സൈക്കോളജി ലെവലിലുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, കുളം, പുഴ, സെമിത്തേരി, കാട്, ഒറ്റപ്പെട്ട വഴികൾ, വിജനമായ വഴികൾ എന്നൊക്കെ പറയുന്നത് തന്നെ അത് മനുഷ്യരുടെ ഇടപെടൽ മൂലം നെഗറ്റീവായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള, അതായത് അറ്റാക്കിങ് സംഭവിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യരിരുന്ന് എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടുകൾ, മനുഷ്യരെന്തെങ്കിലും വൃത്തികേടുകളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കൂടിയാണ് ഈ പറയുന്ന പുഴ, തേരുകൾ. അതൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളല്ലോ. ഇവിടെ നമ്മളെപ്പോലുള്ള ആളുകൾ ചെന്ന് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം ഉണ്ടല്ലോ, സാമൂഹികപരമായിട്ടുണ്ടാകുന്ന കുറച്ച് അപകടങ്ങളുണ്ട്. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതിന് പ്രേതകഥകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം, നെഗറ്റീവായിട്ട് ബന്ധപ്പെടുത്താം. എന്ന് പോവാതിരിക്കുക. അമ്മമാർ മനഃപൂർവ്വം പറഞ്ഞല്ലേ, ഇത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ, ഇത് ഭയം നമ്മളോട് ഇഞ്ചെക്ട് ചെയ്യുന്ന. ആക്ച്വലി അമ്മമാരുടെ ഉദ്ദേശം ശുദ്ധമാണ്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം, പണ്ട് കാലങ്ങളിൽ വാറ്റുചാര ഉണ്ടായിരുന്നു. വാറ്റ്, ഈ വാറ്റ് ഇപ്പോൾ ഏതെങ്കിലും പാടത്തിൻ്റെ സൈഡിലോ കാട്ടിലേക്കാണ് വാറ്റ് നടത്തുന്നത് വിചാരിക്കും. ഈ സൈഡിലൂടെ ആരെങ്കിലും നടന്നു പോകുന്നുണ്ടെന്നോ വരുന്നുണ്ടെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഈ വാറ്റുകാരെന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ പൊതുവേ ഇവരൊന്നെങ്കിൽ ഇരുന്ന് ചിലമ്പ് കൊട്ടുകയോ അതല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാക്കി കൂവുകയോ അല്ലെങ്കിൽ പ്രേതങ്ങളുടെ പോലെ പെരുമാറുകയോ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? വരുന്നവൻ ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കും ഇല്ലേ? സംഭവിക്കുന്നത് എന്താ? ഒരു ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളെ പേടിപ്പിക്കുന്നതാണ് ഇവിടെ ചെയ്യുന്ന പരിപാടി. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ മറ്റുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ ഈസി അല്ലേ? ഒരു പ്രേത ശബ്ദം ഉണ്ടാക്കി, ഒരു ചെലമ്പിൻ്റെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വരുന്ന ആൾ പേടിച്ച് പോവില്ലേ? അവൻ എന്ത് മാനസികാവസ്ഥയിലോട്ട് അവൻ കയറും? ഈ ഓടുന്ന ഓട്ടം ഏതൊരു പുഴയിലോട്ടോ കുളത്തിലോട്ടോ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള കാര്യങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ പാടത്തേക്കൊക്കെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ വേറെ എന്തെങ്കിലും ഇല്ലീഗൽ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്താൽ ആ ഒരു ഏരിയയിലോട്ട് ആരും വരില്ല. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതൊരു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇനി അടുത്തൊരു കാര്യം, ഈ നെഗറ്റീവായ എനർജി, ഇപ്പം നമ്മൾ സെമിത്തേരിയോ കുളങ്ങളോ പുഴകളോ എന്നൊക്കെ അപ്പുറത്തോട്ട് നെഗറ്റീവായ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് ഇവിടെ തന്നെ പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരുപാട് നമ്മുടെ ക്യാമ്പുകളിലും നമ്മുടെ കൺസൾട്ടേഷനിലും ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്ന, ഇവരൊക്കെ കുളത്തിലും സെമിത്തേരിയിലും പോയിരുന്നിട്ടാ അല്ലല്ലോ, ഇവരുടെ സ്വന്തം വീട്ടിലിരുന്നിട്ടല്ലേ പ്രശ്നങ്ങൾ വന്നേ. ഒരു ആത്മാവിന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ കാര്യത്തിന് ഇന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കണം നിർബന്ധമൊന്നുമില്ല. അത് ചെന്ന് വേണമെങ്കിൽ പണി കൊടുക്കും, വീടിൻ്റെ അകത്ത് വേണമെങ്കിൽ കയറും. അതിന് എത്ര പ്രാർത്ഥനയുള്ള വീടാണെങ്കിലും ഇനി എത്ര ഉപാസനയുള്ള വീടാണെങ്കിലും അത്രയും കൂടിയ അളവിലുള്ള എനർജി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്ന ആളാണ്, ഞാൻ ഓം നമഃ ശിവായ ചാൻഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ ലളിത സഹസ്രനാമം ജപിക്കുന്ന ആളാണ്, ഞാൻ എൻ്റെ കയ്യിൽ കുറേ ചരടും ഇതൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല അതിൻ്റെ അകത്ത്. നിങ്ങളുടെ തോന്നലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പിരിച്വലായ ആളുകളെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പവറിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ല. മനസ്സിലായോ? അതായത് ഒരു നായ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുന്ന പോലെയല്ല, ഈ നായ വലുതായി കഴിഞ്ഞാൽ എടുത്ത് കളിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അത് ഭയങ്കര വലുതാവും. ഇത് രണ്ടും വ്യത്യാസം. നായ കുഞ്ഞാണ്, ആ കുഞ്ഞ് പോലെയാണ് നമ്മളും. നമ്മുടെ എനർജി ഭയങ്കര ലോയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിൽ തന്നെ പോയിരിക്കണമെന്ന് ഒന്നൊരു നിർബന്ധമില്ല. നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. നിങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് വരും, ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് വരെ ഈ പറയുന്ന ആത്മാക്കൾക്ക് സാന്നിധ്യമുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തെ കാര്യം പറയണ്ട. ഇനി വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബൈബിളിനകത്ത് ഈ ആത്മാവിൻ്റെ ഈ പിശാച് ചെന്ന് പരീക്ഷണത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ബൈബിളിനകത്ത്. ജീസസ് ക്രൈസ്റ്റിന് അങ്ങനെ ഒരു പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ അതും പുള്ളിയുടെ ചെവിട്ടി പോയിരുന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എൻ്റെ സ്വത്താണ്, നീ എന്തിനായിരുന്നു പ്രാർത്ഥിക്കുന്നത് എന്നെ പുള്ളിയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ധ്യാനത്തിലിരിക്കുക അദ്ദേഹം. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ തന്നെ ആയിരിക്കാം, നമ്മളെടുത്തിട്ട് അലക്കിക്കളയും നിലത്തെടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇനി ഈ ജലം എപ്പോഴും രാത്രി സമയങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പകൽ കാണുന്ന സമയത്തുള്ള എനർജി അല്ല വെള്ളത്തിന്. കാരണം ജലം എന്ന് പറയുന്നത് പല രീതിയിലുമുള്ള എനർജിയുടെ ഒരു വലിയ കൂമ്പാരമാണ് ജലം എന്ന് പറയുന്നത്. അതിൽ എന്ത് എനർജിയാണ് ആഡ് ആയിരിക്കുന്നത്, അതിനകത്ത് എന്താണ് അതിൻ്റെ സാധനം, പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ പോയി മരിച്ചിരിക്കുന്ന വെള്ളത്തിലല്ലേ?
എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്? ജലത്തിൽ ഈ ജലപിശാച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ജലത്തിൽ മരണപ്പെട്ട ആത്മാക്കൾക്ക് ആ ജലത്തിൽ അതിൻ്റെ പവർ അവിടെ തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വീണ്ടും വീണ്ടും ആളുകൾ മരിക്കുന്നത്? ഇതേ കുഴിയും ഇതേ ഒഴുക്കുമുള്ള എത്രയോ സ്ഥലങ്ങളാണ് പുഴയുടെ അങ്ങറ്റം പോലെ ഇങ്ങറ്റം വരെയുണ്ട്. അവിടെ ഒന്നുമല്ലല്ലോ ആളുകൾ മരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ആളുകൾ മരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദ്യം മരിച്ച ആളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നർത്ഥം. ആ ഏരിയ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെന്നർത്ഥം. എന്നാൽ അവിടെ തന്നെ പോയി ആളുകൾ കുളിക്കും, അവിടെ തന്നെ ആളുകൾ പോയി നീന്തും, അവിടെ തന്നെ ആളുകൾ പോയി രാത്രി ചാടും, അവിടെ തന്നെ ആളുകൾ പോയിരിക്കും. എന്തുകൊണ്ട് ഇത്ര അട്രാക്ഷൻ വരുന്നത്? ആത്മാക്കളുടെ സാന്നിധ്യമുള്ള പുഴകളും കുളങ്ങളും കാടുകളിലോട്ടും പ്രത്യേക സ്ഥലങ്ങളിലോട്ട് ഒരു ആകർഷണം ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ കുളം കൊള്ളാലോ, അവിടെ പോയി ഒന്ന് കുറച്ച് നേരം ഇരിക്കാം. നമ്മൾ കുറച്ച് നേരം പോയി ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നൽ വരും, നല്ല വെള്ളം, ഒന്ന് പോയി കാല് കഴുകാം. ഒന്ന് പോയി കാല് കഴുകുമ്പോൾ നല്ല തണുപ്പ്, എന്നൊരു കാര്യം ചെയ്യാം, ഒന്ന് ചാടി നോക്കാം. നമ്മളൊന്ന് ചാടി നോക്കുമ്പോൾ നമ്മളോട് പറയും, കണ്ടതേ അവിടെ വരെ ഒന്ന് നീന്താം. ഈ വെള്ളത്തിൽ മരിച്ച ആളുകളുടെ ഇതായിട്ട് പറയുന്നത്, അവർ മരിക്കാനുള്ള കാരണം പറയുന്നത്, ഒന്ന് നീന്താം, പതുക്കെ അങ്ങ് നീന്തി. ആ വെള്ളത്തിന് ചിലപ്പോൾ അമിതമായ തണുപ്പായിരിക്കും, പക്ഷെ നമ്മുടെ ശരീരത്തിലോട്ട് എന്താ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ചൂടായിരിക്കും. നമ്മൾ ഈ ചൂട് കൊണ്ടിട്ടായിരിക്കും ഇതെല്ലാം മാനിപ്പുലേഷനാണ്. ഈ പറയുന്ന ദുരാത്മാക്കളുടെ എന്താ പറയുക, നമ്മൾ ലോക്ക് ചെയ്യാന്ന് പറയില്ല, നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാന്ന് പറയില്ല, ഈ പ്രോസസ്സാണ് ആ സമയത്ത് സംഭവിക്കുന്നത്. അങ്ങനെ നമുക്ക് ഭയങ്കര ധൈര്യവും നമുക്ക് ഭയങ്കര കോൺഫിഡൻസും, അർദ്ധരാത്രി ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നട്ടപ്പുറം ഉച്ചയ്ക്കായിരിക്കും ഈ മരണങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഉച്ച സമയത്തായിരിക്കും ഇവങ്ങനെ നീന്തി അവിടെ വഴി നിന്ന് ടിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുൾ കോൺഫിഡൻസ് അങ്ങ് പോകും. നമ്മുടെ ശരീരത്തിൽ എന്താ കയറി പിടിച്ച പോലെ നമുക്ക് തോന്നും, നമ്മൾ പാനിക്കാവും, നമ്മളുടെ മസിലുകളെല്ലാം കൊച്ചു പിടിക്കും, അവിടെ കിടന്ന് മുങ്ങി നമ്മളവിടെ കിടന്ന് മരിക്കും. അപ്പോൾ തുടക്കം ഉണ്ടായ ഈ കോൺഫിഡൻസ് അവിടെ പോയി, മാനിപ്പുലേഷനാണ്. ഇനി ഇതുപോലെ തന്നെയാണ് മറ്റു ചില സാഹചര്യങ്ങൾ. 3-4 കൂട്ടുകാരന്മാരെ കൂടി പോയി പുഴയുടെ തീരത്ത് പോയിരിക്കുന്നു. അവർ 3-4 പേരൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴേക്കും അതിലൊരുത്തൻ ഏറ്റവും എനർജി ലോ ആയിട്ടുള്ള ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരുത്തനായിരിക്കും. അവൻ പറയും, ഈ പുഴ നമുക്കൊന്ന് നീന്തിയാലോ, നീ ഒന്ന് ചാട്, നമുക്കൊന്ന് നീന്താം, ഞാൻ 500 രൂപ ബെറ്റ് വയ്ക്കുന്നു, നീ ഒന്ന് നീന്തി കാണിച്ചതാ. അവനപ്പം അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കൂടെയുള്ള പയ്യന് അവനങ്ങ് പറയാനങ്ങ് തോന്നും. ഇതും പൊസഷൻ അടിക്കണയാണ് ഈ സാധനം. ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അവനോട് പറയുകയാണ്, നീ അവരൊന്ന് വെല്ലുവിളിക്കാണ്ട് പുഴയിലോട്ടൊന്ന് ചാടിക്ക്, എന്നിട്ട് അവരോടൊന്ന് നീന്താൻ പറ എന്ന് പറയും. ഇവന്മാരില്ല. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തനെ ഈഗോ ഉള്ള ഒരുത്തനുണ്ടാവില്ല ആ കൂട്ടത്തിൽ, ഞാൻ നീന്തിയത് എനിക്ക് എന്ത് തരും, നിനക്കൊരു 500 രൂപ നിനക്ക് തരും, നീ നീന്തിട്ട് അവിടെ പോയിട്ട് ആ ഇല പറിച്ചിട്ട് നീ തിരിച്ചു വരണം. ഇതായിരിക്കും നമുക്ക് തരുന്ന വെല്ലുവിളി. നീന്തും, പകുതി വരെ ചെല്ലും, ഒന്നെങ്കിൽ ഒഴുക്കായിരിക്കും, ശക്തമായ ഒഴുക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളായിരിക്കും, അവിടെ മുങ്ങിച്ചാവും. എത്രയോ പേരാണ് നമ്മുടെ ഈ പെരിയാറിൽ തന്നെ പുഴയിൽ തന്നെ മുങ്ങി മരിച്ചിരിക്കുന്നത്. ഇതേ സെയിം മെത്തേഡിലൂടെ ഇതുപോലെ തന്നെ വെല്ലുവിളിച്ച് ഇതുപോലെ തന്നെ പുഴയിലിട്ടെടുത്ത് ചാടിയ ആളുകൾ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഫിയറും ജനറേറ്റ് ചെയ്യിപ്പിക്കും. ജലത്തിൽ നമ്മൾ തൊട്ട് നിൽക്കുന്ന സമയത്ത് പോസിറ്റീവ് അല്ലെങ്കിൽ അത് നമ്മൾ ഏത് ലെവലിലോട്ട് വേണമെങ്കിലും നമ്മുടെ മാനസികാവസ്ഥനെ കൺവേർട്ട് ചെയ്യാനുള്ള പവർ ജലത്തിനുണ്ട്. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. അന്ധവിശ്വാസം മാറ്റി നിർത്ത്. എങ്കിലും ഞാൻ പറയുന്നത് ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ വേറെ ഒന്നും കൊണ്ടില്ല. നമ്മുടെ മക്കളുണ്ടല്ലോ, ഇപ്പം നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ കൂട്ടുകാരാവട്ടെ, നമ്മുടെ അച്ഛനും അമ്മയാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, എല്ലാവരും ഈ പുഴയും കുളവും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ ടൂറ് പോകുന്ന പിള്ളേർ വെറുതെ കാണുന്നൊരു വെള്ളത്തിലോട്ട് ചാടാം. ഇത് എന്തിനാന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല എന്തിനു ചാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷനാണ്. അതായത് ഈ ആത്മാക്കളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ അതുകൊണ്ട് ജലത്തിൽ നിന്നങ്ങ് മാറി നിൽക്കുക. നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം, പരിചയമില്ലാത്തൊരു കുളം, പരിചയമില്ലാത്തൊരു കാടൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറി പോകാനുള്ള ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു നിഴൽ നിൽക്കുന്നുണ്ട്. അവിടെ ഈ നിഴൽ നിങ്ങളിങ്ങനെ നിന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വാ വാ എന്ന് പറഞ്ഞു, വാ നിങ്ങളിങ്ങ് വാ കാടിൻ്റെ അകത്തോട്ട് കയറി, ഇതിൻ്റെ സൗന്ദര്യം കണ്ടോ, എന്ത് രസമാണ്, കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം, കാടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസവും ഒരു പ്രതീതിയൊക്കെ വരും. നിങ്ങൾക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും, പുഴ കാണുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും. ഒക്കെ തെറ്റിദ്ധരിപ്പിക്കില്ല. ഈ ആത്മാക്കളുടെ സാന്നിധ്യം നിങ്ങളിങ്ങനെ വിളിച്ച് വരുത്തി കാടിൻ്റെ അകത്തോട്ടൊക്കെ കൊണ്ടുപോയി ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളവിടെ ലോക്ക് ചെയ്യും. പിന്നെ ഈ വിളിച്ച് വരുത്തേണ്ട സ്വഭാവം അങ്ങ് മാറും. ചിലപ്പോൾ അതിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ചുറ്റും ആരോ കിടന്ന് ഓടുന്നത് പോലെയോ എഴുതുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. എത്രയോ ആളുകളാണ് കാടിൻ്റെ അകത്ത് പോയി പേടിച്ച് വിറച്ച് പനിയടിച്ച് തിരിച്ചു വന്നിട്ടുള്ള എത്രയോ പേരാണ്.
ഒന്നുമില്ല. ഇത് നമ്മുടെ മരണത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുക. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഈ ജലവും ഈ വെള്ളവും അല്ലെങ്കിൽ നമ്മുടെ വെള്ളവും ഈ പറയുന്ന കാടും മറ്റു പല കാര്യങ്ങളും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഏരിയയിൽ മുഴുവനും ഈ സാന്നിധ്യം വളരെ കൂടുതലാണ്. ജലം എവിടെയുണ്ടോ അവിടെ ഈ ആത്മാക്കളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പിതൃക്കൾക്കുള്ള ബലിതർപ്പണമൊക്കെ നമ്മൾ ജലത്തിൽ ചെയ്ത് നമ്മൾ വിടുന്നത്. ആ ജലത്തിലോട്ട് ലയിപ്പിച്ചാൽ അത് ജലം ഒഴുകി അങ്ങ് പൊക്കോളും. ഈ ലയിപ്പിക്കുന്ന എനർജി എവിടെ പോകുന്നു? നമ്മളിപ്പോൾ ഒരു ആവാഹനം ചെയ്യുക, നമ്മൾ ഉച്ചാടനം ചെയ്തൊക്കെ നമ്മൾ വെള്ളത്തിലല്ലേ ഒഴുക്കി കളയുന്നത്. ഈ ഒഴുക്കി കളയുന്ന സാധനം എവിടെ പോവാം? എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ എനർജീനെ നമുക്ക് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ ഒഴുകി പോകുന്ന സാധനം, ഈ എനർജിയിലെ വേരിയേഷൻ ആ ഏരിയയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും. അപ്പോൾ ജലം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകളായി എത്രയോ ആത്മാക്കളുമായി എന്തൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ കർമ്മങ്ങൾ, ദുഷ്ടകർമ്മങ്ങൾ, ഈ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ജലത്തിലോട്ടാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത്. ശ്രദ്ധിക്കുക, ജലം വളരെ പോസിറ്റീവാണ്, അത്രത്തോളം തന്നെ നെഗറ്റീവാണ്. കാരണം ഈ ഭൂമിയിൽ പോസിറ്റീവായ എനർജിക്ക് മാത്രമല്ല നിലനിൽപ്പുള്ളത്, നെഗറ്റീവായ എനർജികളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കുക.